സർക്കിൾ, മലയാളത്തിൽ വൃത്തചാപം എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ആർക്ക് ഓഫ് എ സർക്കിൾ എന്താണെന്ന് നോക്കാം. ആർക്ക് ഓഫ് എ സർക്കിൾ. അപ്പൊ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഒരു സർക്കിൾ വരച്ചു, അതിന്റെ സെന്റർ സി എന്ന് അടയാളപ്പെടുത്തി. ഇനി ഈ സർക്കിളിലെ തന്നെ രണ്ട് പോയിന്റ്സിനെ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഈ ഒരു പോയിന്റിനെ ഞാൻ എ എന്ന് നെയിം ചെയ്തു, അടുത്ത പോയിന്റിനെ ബി എന്ന് നെയിം ചെയ്തു. അപ്പൊ നമുക്കിവിടെ ഒരു സർക്കിൾ ഉണ്ട് വിത്ത് സെന്റർ സി. സർക്കിളിലെ രണ്ട് പോയിന്റ്സിനെ അടയാളപ്പെടുത്തി എ എന്നും ബി എന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ആർക്ക് ഓഫ് എ സർക്കിൾ എന്താണ് എന്നാണ് അറിയേണ്ടത്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും, ഏതൊക്കെ പോയിന്റ്സ്? എയും ബിയും എൻഡ് പോയിന്റ്സ് ആയിട്ട് വരുന്ന വൃത്തഭാഗത്തെയാണ് ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എയും ബിയും, അതായത് ഈ എയും ബിയും എവിടുത്തെ പോയിന്റ്സ് ആണ്? സർക്കിളിലെ പോയിന്റ്സ് ആണ് അല്ലെ? അപ്പോ ഇങ്ങനെ ഈ സർക്കിളിലെ തന്നെ രണ്ട് പോയിന്റ്സ് എൻഡ് പോയിന്റ്സ് ആയിട്ട് വരുന്ന വൃത്തഭാഗം, സർക്കിളിന്റെ ഒരു പാർട്ട്, അതിനെയാണ് നമ്മൾ ആർക്ക് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ചാപം എന്ന് പറയും, വൃത്തചാപം എന്ന് പറയും. എങ്ങനെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാനായിട്ട് പറ്റും? രണ്ട് എൻഡ് പോയിന്റ്സോട് കൂടിയ വൃത്തഭാഗം അല്ലെ, രണ്ട് അഗ്രബിന്ദുക്കളോട് കൂടിയ വൃത്തഭാഗത്തിനെയാണ് ചാപം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആർക്ക് എ ബി കിട്ടും അല്ലെ? അതായത് ഏതാണ്? നോക്കൂ, ആർക്ക് എ ബി, ഇതാണ് വൃത്തഭാഗം. എയും ബിയും എൻഡ് പോയിന്റ്സ് ഇങ്ങനെ വരും. നമ്മൾ എടുത്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എ, ഇത് ബി, ഇങ്ങനെ വരും ആർക്ക് എ ബി. ഇനി ഈ ഒരു ആർക്ക് മാത്രമാണോ ഇവിടെ ഉള്ളത്? അല്ല. അടുത്ത ആർക്ക് ഏതാണെന്താ? ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടല്ലേ, ഇത് എ, ഇത് ബി. മനസ്സിലാകാൻ വേണ്ടിയാണ് എടുത്ത് മാറ്റി വരച്ചത്. അതാണ് ഇങ്ങനെ ഒരു ആർക്കുണ്ട്, ഇങ്ങനെ ഒരു ആർക്കുണ്ട്. രണ്ട് ആർക്കിന്റെ പേരെന്താണ്? എ ബി ആണ്. ഇനി ആർക്ക് എ ബി നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എങ്ങനെ വായിക്കും? ആർക്ക് എ ബി അല്ലെങ്കിൽ ചാപം എ ബി എന്ന് മലയാളത്തിൽ പറയും. ഇങ്ങനെ വായിക്കും, ആർക്ക് എ ബി അല്ലെങ്കിൽ ചാപം എ ബി എന്ന് പറയും. അപ്പൊ നോക്കൂ, ഇവിടെ രണ്ട് ആർക്ക് കിട്ടി നമുക്ക്. ഇങ്ങനെ ഒരു ആർക്ക് കിട്ടി, ഇങ്ങനെ ഒരു ആർക്ക് കിട്ടി. അപ്പൊ ഈ രണ്ട് ആർക്കിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആർക്ക് എ ബി എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അല്ലെ? അപ്പൊ നമുക്ക്, അതായത് നമുക്ക് ആർക്ക് എ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്കിനെയാണോ പറഞ്ഞത് അതോ അടുത്ത ആർക്കിനെയാണോ പറഞ്ഞത് നമുക്ക് ക്ലിയർ ആവത്തില്ല. അപ്പൊ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ എ എന്നും ബി എന്നും പറയുന്ന പോയിന്റ്സ് അല്ലാതെ മറ്റു രണ്ട് പോയിന്റ്സിനെ കൂടി അടയാളപ്പെടുന്നു. സർക്കിളിലുള്ള മറ്റു രണ്ട് പോയിന്റ്സിനെ കൂടി അടയാളപ്പെടുന്നു. ഇവിടെ ഒരു പോയിന്റ് എക്സും ഇവിടെ ഒരു പോയിന്റ് വൈ. ഇനി നമുക്ക് എങ്ങനെ പറയാം? ആർക്ക് എ ബൈ ബി എന്നും പറയാം, ആർക്ക് എ എക്സ് ബി എന്നും പറയും. ഇപ്പൊ നമുക്ക് രണ്ട് ആർക്കിനെ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആർക്ക് എ എക്സ് ബി ഇങ്ങനെ എഴുതി എങ്ങനെ വായിക്കും? ആർക്ക് എ എക്സ് ബി. ഏതാർക്ക്? ഈ ഒരു ആർക്ക് അല്ലെ? അടുത്ത ആർക്ക് എ വൈ ബി, അതാ ഈ ഒരു ആർക്ക്. മനസ്സിലായോ? അപ്പൊ ആർക്ക് ഓഫ് എ സർക്കിൾ എന്താണ് എന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മള് മൈനർ ആർക്ക്, മേജർ ആർക്ക്, സെമി സർക്കിൾ, ഇത് മൂന്ന് എന്താണെന്നാണ് നോക്കുന്നത്. ഏതൊക്കെയാണ്? മൈനർ ആർക്ക്, മേജർ ആർക്ക്, സെമി സർക്കിൾ. മൈനർ ആർക്ക്, മേജർ ആർക്ക്, അടുത്തെന്താണ്? സെമി സർക്കിൾ. ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഒരു സർക്കിൾ വരയ്ക്കുന്നു വിത്ത് സെന്റർ സി. ഇനി ഇതെന്താണ്? ഇതൊരു മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു സീക്വന്റ് ലൈൻ വരയ്ക്കുന്നു. മലയാളത്തിൽ ഛേദക രേഖ എന്ന് പറയും. അപ്പോ അത് എന്താണെന്ന് അറിയാത്തവര് മുന്നേയുള്ള ക്ലാസ് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുമ്പോഴത്തേനും മനസ്സിലാകും ഏതാ ക്ലാസ് എന്ന്. അപ്പൊ അത് കാണുക. സീക്വന്റ് ലൈൻ അല്ലെങ്കിൽ ഛേദക രേഖ എന്താണ്. അപ്പൊ ഞാനിവിടെ സർക്കിൾ വരച്ചു വിത്ത് സെന്റർ സി. അതുപോലെ ഒരു സീക്വന്റ് ലൈൻ അല്ലെങ്കിൽ മലയാളത്തിൽ ഛേദക രേഖ വരച്ചു. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ്, വൃത്തത്തിലെ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റ്സ് കൂടിയാണ് ഈ ഒരു സീക്വന്റ് ലൈൻ കടന്നു പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് മൈനർ ആർക്ക്, മേജർ ആർക്ക്, സെമി സർക്കിൾ, ഇത് മൂന്നാണ് വേണ്ടത്. ഇനി എയും ബിയും കൂടാതെ മറ്റൊരു പോയിന്റ് പി.
എയും ബിയും കൂടാതെ മറ്റൊരു പോയിന്റ് പി ഞാൻ ഈ സർക്കിളിൽ അടയാളപ്പെടുത്തുകയാണ്. ഓക്കെ, സർക്കിളിലുള്ള മറ്റൊരു പോയിന്റ് പി ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പി ഏതൊക്കെ രീതിയിൽ വരാം? ഈ സീക്വന്റ് ലൈനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പി എങ്ങനെയൊക്കെ വരാം? പി എവിടുത്തെ പോയിന്റ് ആണ്? സർക്കിളിലെ പോയിന്റ് ആണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പി ഇവിടെ വരാം, അല്ലെ? സീക്വന്റ് ലൈന് ഈ ഒരു സൈഡിൽ വരാം, അല്ലെ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരാം? ഇപ്പുറത്തെ സൈഡിൽ വരാം, അല്ലെ? ഇവിടെയും വരാം. മനസ്സിലായപ്പോ രണ്ട് രീതിയിൽ വരാം. ഇനി നോക്കൂ, ഇപ്പൊ ഞാൻ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുക്കുകയാണ്. കണ്ടോ? പി അടയാളപ്പെടുത്തിയത് കണ്ടോ? അപ്പൊ പി എന്ന് പറഞ്ഞാൽ എവിടുത്തെ പോയിന്റ് ആണ്? സർക്കിളിലെ പോയിന്റ് ആണ്. അപ്പൊ നോക്കൂ, എ ഡി അതുപോലെ പി, ഇത് മൂന്ന് എവിടുത്തെ പോയിന്റ്സ് ആണ്? സർക്കിളിലെ പോയിന്റ് ആണ്. എയും ബിയും പിയും സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുപോലെ എന്താണ്? സി, സി എന്ന് പറഞ്ഞതാണ് വൃത്തത്തിന്റെ സെന്റർ അല്ലെങ്കിൽ വൃത്തകേന്ദ്രം. അപ്പൊ സിയും പിയും എ ബി എന്ന് പറയുന്ന സീക്വന്റ് ലൈനിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് വന്നിരുന്നത്. നോക്കൂ, എയും ബിയും പിയും വൃത്തത്തിലെ പോയിന്റ്സ് ആണ്. അതുപോലെ സിയും പിയും ഈ ഒരു ഛേദക രേഖ സീക്വന്റ് ലൈനിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ നമുക്കിവിടെ കിട്ടിയ ആർക്ക് ഏതാണ്? എ പി ബി. ആർക്ക്? എ പി ബി. ഇങ്ങനെ ഈ ഒരു കേസിൽ നമ്മൾ ആർക്ക് എ പി ബി എന്ന് പറയുമ്പോൾ മൈനർ ആർക്ക് എന്ന് പറയും. മൈനർ ആർക്ക് എന്ന് പറയും. അപ്പൊ നമുക്കിവിടെ സർക്കിൾ ഉണ്ട് വിത്ത് സെന്റർ സി, ഒരു സീക്വന്റ് ലൈൻ എ ബി ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു എ ബി എ കൂടാതെ ഒരു പോയിന്റ് സം പി എ ഞാൻ സർക്കിളിൽ എടുക്കുന്നു. അപ്പൊ അത് വരാനുള്ള ചാൻസ് ഏതൊക്കെ വിധത്തിലാണ്? ഒന്നുകിൽ ഈ സൈഡിൽ വരാം, ഛേദരേഖയുടെ ഇതേ സൈഡിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വരാം, അല്ലെ? അപ്പൊ എങ്ങനെ വന്നാലും നമുക്കൊരു ആർക്ക് എ പി ബി കിട്ടും, ശരിയല്ലേ? അപ്പൊ ഞാനിവിടെ പി ഈ ഒരു പോയിന്റിൽ എടുക്കുന്നു. പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോഴും നമുക്കൊരു ആർക്ക് ഉണ്ട്. ഏതാണ് ആർക്ക്? ഈ ഒരു ആർക്ക്, അല്ലെ? ഈ ഒരു ആർക്ക് ഉണ്ട്. ഏതാണ്? എ പി ബി. അപ്പൊ ഇങ്ങനെ പി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഛേദകരേഖയുടെ ഈ ഒരു സൈഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എ പി ബി എന്ന് പറയുന്ന ആർക്ക് എന്ത് പറയും? മൈനർ ആർക്ക് എന്ന് പറയും. ഓക്കെ, മൈനർ ആർക്ക് എന്ന് പറയും. ഇനി അതല്ല, ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സീക്വന്റ് ലൈനിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് വൃത്തകേന്ദ്രവും പി എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റും വന്നേക്കുന്നത്. ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർക്ക് എ പി ബി എന്ന് പറയും, മൈനർ ആർക്ക് എന്ന് പറയും. ഇനി അതല്ല, ഇപ്പോഴത്തെ വശത്താണ് പി വരുന്നുണ്ടെങ്കിൽ, ഇവിടാണ് പി വരുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നമുക്കൊരു ആർക്ക് കിട്ടി. ഏതാണ്? എ പി ബി എന്ന് പറയുന്ന ഒരു വലിയ ആർക്ക്. നോക്കൂ, സീക്വന്റ് ലൈനെ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ സെന്റർ ആയ സിയും സർക്കിളിലെ പോയിന്റ് ആയ പിയും സീക്വന്റ് ലൈനിന്റെ ഒരേ വശത്താണ് വന്നിരിക്കുന്നത്, അല്ലെ? സർക്കിളിന്റെ സെന്റർ ആയ സിയും സർക്കിളിലെ പോയിന്റ് ആയ പിയും സീക്വന്റ് ലൈനിന്റെ ഒരേ വശത്താണ് വന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേനും ആർക്ക് എ പി ബി നമ്മൾ എന്ത് പറയും അറിയാമോ? മേജർ ആർക്ക് എന്ന് പറയും. എന്ത് പറയും? ആർക്ക് എ പി ബി എന്ന് പറയും. ഈ ഒരു ഇങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് എ പി ബി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് അറിയാമോ? മേജർ ആർക്ക് എന്ന് പറയും. അപ്പൊ മൈനർ ആർക്കും മേജർ ആർക്കും എന്താണെന്ന് ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഈ രണ്ട് കണ്ടീഷൻ കൂടാതെ ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സെമി സർക്കിൾ പറയുന്നത്. വീണ്ടും ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു വിത്ത് സെന്റർ സി. സെന്റർ സി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സീക്വന്റ് ലൈൻ നേരത്തെ ഇങ്ങനെയാണ് പാസ് ചെയ്ത് പോയത്. എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ, ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വന്നത്. ഇനി ഈ ഒരു സീക്വന്റ് ലൈൻ സിയിലൂടെ കടന്നു പോവുകയാണ്. അതായത് സി എന്ന് പറയുന്ന പോയിന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എ ബി എന്ന് പറയുന്ന സീക്വന്റ് ലൈൻ പോകുന്നതെങ്കിൽ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എ ബി ഇങ്ങനെ കടന്നു പോകും. എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, ബി പോയിന്റ്. അപ്പൊ എ ബിയിൽ ആര് ഇൻക്ലൂഡഡ് ആണ്? സി ഇൻക്ലൂഡഡ് ആണ്. വൃത്തകേന്ദ്രത്തിൽ കൂടിയാണ് എ ബി എന്ന് പറയുന്ന സീക്വന്റ് ലൈൻ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ആർക്ക് കിട്ടും. നോക്കൂ, ഇങ്ങനെ ഒരു ആർക്ക് എ ബി കിട്ടും, ഇവിടെ ഒരു ആർക്ക് എ ബി കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എക്സ് അടയാളപ്പെടുത്തുന്നു, ഇവിടെ ഒരു പോയിന്റ് വൈ അടയാളപ്പെടുത്തുന്നു. ഇപ്പൊ രണ്ട് ആർക്ക് കിട്ടും. ആർക്ക് എ എക്സ് ബിയും ആർക്ക് എ വൈ ബിയും, അല്ലെ? അപ്പൊ നോക്കൂ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് വിത്ത് സെന്റർ സി. എ ബി എന്ന് പറയുന്ന സീക്വന്റ് ലൈൻ വൃത്തകേന്ദ്രത്തിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. അപ്പൊ സി എവിടെ ഉണ്ട്? എ ബി എന്നുള്ള സീക്വന്റ് ലൈനിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ രണ്ട് ആർക്ക് കിട്ടും. എ എക്സ് ബി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് കിട്ടും, എ വൈ ബി എന്ന് പറയുന്ന മറ്റൊരു ആർക്ക് കിട്ടും. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ
സർക്കിൾ, അതായത് സെന്റർ ഓഫ് എ സർക്കിൾ പിന്നെ സീക്വൻസ് ലൈൻ ഇൻക്ലൂഡഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടുന്ന ആർക്കുകളെ നമ്മൾ എന്ത് പറയുന്നത് അറിയാമോ? സെമി സർക്കിൾ എന്ന് പറയും. എങ്ങനെയാണ്? അതായത് വൃത്തകേന്ദ്രം സീക്വൻസ് ലൈനിൽ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? ഛേദകരേഖയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആർക്കുകളെ എന്ത് പറയുന്നത് അറിയാമോ? സെമി സർക്കിൾ എന്ന് പറയും. മലയാളത്തിൽ എന്ത് പറയും? അർദ്ധവൃത്തം എന്ന് പറയാം. പേരിൽ തന്നെ ഉണ്ട്, സർക്കിളിന്റെ നേരെ പകുതി അല്ലെ? അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അർദ്ധവൃത്തം കിട്ടും? 2 എണ്ണം, 2 സെമി സർക്കിൾ കിട്ടും. മനസ്സിലായോ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീക്വൻസ് ലൈൻ എ ബി ഇങ്ങനെ കടന്നു പോകുന്നു. എന്താണ്? 2, അതായത് ഈ ഒരു പാർട്ട് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഇതേപോലെ ഒരുമിച്ച് കിട്ടും. അതായത് ഒരു വൃത്തത്തിന്റെ പകുതി. അതാണ് സെമി സർക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അർദ്ധവൃത്തം എന്താണെന്ന് മനസ്സിലായി കാണും, സെമി സർക്കിൾ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതായിരിക്കും.